അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ മുരളി വന്ന് ഇന്ദിരാമ്മയെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളുമല്ലോ. ഏയ്, അതിന്റെ ഒന്നും ഒരു കാര്യമില്ല ടീച്ചറെ. അപ്പോ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നെന്നും പറഞ്ഞ് ഞാൻ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ടൂറ് പോകുന്നതിന് മുമ്പ് എന്റെ മാളു പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ, ഡേസി ആന്റിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പു വരുന്നെന്നും പറഞ്ഞ് ഞാൻ ടീച്ചറെ കളഞ്ഞിട്ട് പോയാല് മാളു എന്നോട് പിണങ്ങും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ഏറ്റെടുത്ത അത് പൂർത്തിയാക്കിയിട്ടേ പിന്മാറും. അതെനിക്ക് നിർബന്ധ. ആര് വേണേലും വന്നോട്ടെ. അവരെ പേടിച്ച് ടീച്ചറെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നേ ഇല്ല. പോകുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ ഇന്ദിരാമ്മയുടെ സൗകര്യം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരുത്തി ഇവിടെ പട്ടിയെപ്പോലെ വന്ന് കാവല് കിടന്നിട്ടും പെണ്ണുമ്പിളയ്ക്ക് കൂറപ്പൂനോടാ. അവളെന്തോ കൂടാത്രം തള്ളയ്ക്കും മോനും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ നാരായണസ്വാമി, അതിന്റെ ദോഷം എന്റെ കൊച്ചിനും കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഓ, ആ മുരളി, ഞാൻ അത്താഴം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, ഇനി ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും നമ്മളങ്ങ് സഹിച്ചല്ലേ പറ്റൂ മോനെ. ഒരു കാര്യം ഏറ്റുപോയില്ലേ. ടീച്ചർ എന്തു പറയുന്നു? എന്തു പറയാൻ, ഇവിടെ വേദപുസ്തകം വായിച്ച് സുഖമായിട്ടിരിക്കുന്നു. അപ്പു അവിടെ വന്നോ അമ്മേ? അപ്പു അവിടെ ഉണ്ടെന്ന് ഗീതയെ വിളിച്ചപ്പോൾ പറഞ്ഞു. ഏയ്, ഇതുവരെ വന്നിട്ടില്ല. നാളെ ഇങ്ങോട്ട് എഴുന്നള്ളുവെന്ന് ഡേസി ടീച്ചർ ഇപ്പൊ പറഞ്ഞു. അതുകൊണ്ട് എന്നോട് വേണമെങ്കിൽ തിരിച്ചു പൊക്കോളാനും പറഞ്ഞു. അത് ശരിയാണല്ലോ. അപ്പു അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അമ്മയും കൂടി അവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം. എന്നിട്ട് അമ്മ ഇങ്ങ് കൊണ്ടുവരാം. അത് വേണ്ട, നീ ഇപ്പൊ ബുദ്ധിമുട്ടി അതിനുവേണ്ടി ഇങ്ങോട്ട് വരണ്ട. അപ്പോ വന്നോട്ടെ എന്ന് കരുതി ഞാനിവിടെ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പം? അല്ല, അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അവള് വരുമ്പോ ഞാനിവിടെ വേണം മുരളി, അതിൽ കാര്യമുണ്ട്. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ശരി, എന്നാ അമ്മയുടെ ഇഷ്ടം. ശരി. അമ്മയെ വിളിച്ചിരുന്നോ? ഉവ്വ്. പക്ഷെ നിന്റെ അമ്മ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടിനാണെന്ന് തോന്നുന്നല്ലോ ശ്രുതി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പു എത്തിയ പാടെ തന്നെ അമ്മ പണിയൊപ്പിച്ചോ? ഏയ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല അവിടെ. പക്ഷെ ഇനി അങ്ങോട്ട് എന്തു വേണേ സംഭവിക്കാം. ഇങ്ങനെ വളം ചൂറ്റാതെ കാര്യം എന്താന്ന് വെച്ചാ പറയുന്നേ. അമ്മ എന്താ പറയുന്നത്? അപ്പുവിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുക ഇന്ദിരാമ. അപ്പോ ഇതുവരെ അപ്പു അവിടെ എത്തിയില്ലേ? ഇല്ലെന്നേ, അതാ ഞാനും ആലോചിക്കുന്നത്. അപ്പു പിന്നെ എവിടെ പോയി? ഇനി ഞാൻ വിളിച്ചപ്പോ അപ്പു ചിലപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളായിരിക്കും. അല്ല, എന്നാലും ഇപ്പൊ ടീച്ചറുടെ വീട്ടിലെത്താനുള്ള സമയമായല്ലോ. അതല്ല ശ്രുതി, അപ്പു നാളെ അങ്ങോട്ട് ചെല്ലുള്ളൂന്നാ ടീച്ചർ അമ്മയോട് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പു ടീച്ചറുടെ വീട്ടിലേക്ക് തന്നെയാ പോയിരിക്കുന്നതെന്ന് ഗീതേച്ചി പറഞ്ഞതാണല്ലോ. പിന്നെ അപ്പു എവിടേക്കാ പോയത്? ഇനി ചിലപ്പോ വല്ല ഫ്രണ്ട്സിനെയും കാണാൻ. അതിന് അപ്പുവിന് അങ്ങനെ ആരും കൂട്ടുകാരായിട്ടില്ലല്ലോ. ഇനി ഹോസ്പിറ്റലിൽ വല്ലതും? അല്ല, അവിടെ തനിച്ചു പോണ്ട കാര്യമില്ലല്ലോ. ഞാനൊന്ന് ഗീതേച്ചി വിളിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്താലോ? ഹേയ്, അത് വേണ്ട ശ്രുതി. ചിലപ്പോ അപ്പു ഗീതയോട് പറഞ്ഞാതെ മറ്റെവിടെയെങ്കിലും പോയതാണെങ്കിലോ? ടീച്ചറുടെ വീട്ടിൽ പോകുന്നൊന്ന് ഗീതേച്ചിയോട് കള്ളം പറഞ്ഞിട്ട് അപ്പുവിന് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയില്ല. ഏതായാലും അപ്പു നാളെ ചെല്ലുള്ളൂ എന്ന് ഡെയ്സി അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. അതൊരു കണക്കിന് നന്നായി. ഇന്നൊരു ദിവസം കൂടി ഡെയ്സിക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടുമല്ലോ. എന്നാലും അപ്പു അങ്ങോട്ട് ചെല്ലുന്നറിഞ്ഞിട്ടും അമ്മ എന്താ അവിടുന്ന് പോരാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത്? ഞാനും അതേപ്പറ്റി ആലോചിക്കാതിരുന്നില്ല. നമ്മൾ ആരും നിർബന്ധിക്കാതെ തന്നെ അമ്മ ഡെയ്സിക്ക് കൂട്ടുകിടക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. ഇപ്പോ അപ്പു അവിടെ കുറച്ചു ദിവസം താമസിക്കാൻ തയ്യാറായി ചെല്ലുന്നു എന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് പോരാൻ കൂട്ടാക്കാതെ നിൽക്കുകയും ചെയ്തു. നിന്റെ അമ്മ കാര്യമായിട്ട് എന്തോ മനസ്സിൽ കണ്ട മട്ടുണ്ടല്ലോ അശ്വതി. അതെനിക്കും തോന്നി. പോകുന്നതിന് മുമ്പ് അമ്മ മാളുവിനോട് പറയുന്നത് കേട്ടു.
തിരിച്ചു വരുമ്പോ മുത്തശ്ശി മോൾക്ക് എന്തൊക്കെയോ സമ്മാനം കരുതി വെക്കുന്നുണ്ടെന്ന്. ഇനി ആ പറഞ്ഞതും അമ്മയുടെ അവിടുത്തെ നിപ്പും തമ്മി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ആവോ? എങ്കിൽ സംശയിക്കേണ്ട അശ്വതി. അമ്മ അവിടുന്ന് പോരാതെ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാവും. മിക്കവാറും അപ്പൂനെയും ഡെയ്സിയും തമ്മിൽ തെറ്റിക്കാനായിരിക്കും അമ്മയുടെ പ്ലാൻ. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഒടുവിൽ ടീച്ചറിന് നമ്മളോട് അലോഹ്യൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു. ഞാനേ അപ്പൂനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എവിടെയാണെന്ന് അറിയാലോ. ഇനി വിളിച്ചു ചോദിക്കാനൊന്നും നിൽക്കണ്ട. പതിവില്ലാതെ നമ്മൾ എന്തിനാ വിളിച്ചതെന്ന് അപ്പൂന് സംശയം തോന്നും. എന്തെങ്കിലും ആവട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. നാളെ അപ്പം അവിടെ ചെല്ലുമെന്നല്ലേ പറഞ്ഞത്. ബാക്കി എന്താവുമെന്ന് നമുക്ക് അപ്പം നോക്കാം. താൻ കഴിക്കെടുത്ത് വെക്ക്. സോറി അപ്പോ, ഇന്നിനി ആരും വിളിക്കില്ല. ഫോൺ ഞാനങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. അതാ ലേറ്റ് ആയത്. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. പറ, എന്താ തൻ്റെ പ്ലാൻ? നമ്മുടെ ഈ സംസാരത്തിൽ നിന്ന് ആതിരെ ഒഴിവാക്കിയതിന് ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവുമോ സാർ? ആതിരയെക്കുറിച്ച് അപ്പോ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അപ്പോ അവളോട് ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാതിരിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കതിൽ പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടാവില്ല. സത്യത്തിൽ എൻ്റെ മനസ്സിലുള്ള ഈ പ്ലാൻ ഞാൻ ആദ്യം പറയേണ്ടത് ആതിരോടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ചെയ്താൽ അതൊരു അമിത സ്വാതന്ത്ര്യം എടുക്കലായി പോകുന്നൊരു സംശയം. അതുകൊണ്ടാണ് സാറിനോട് ആദ്യം പറയാമെന്ന് വെച്ചാൽ. ഞാൻ അധികം വളച്ചൊടിക്കുന്നില്ല സാർ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ തമ്മിലുള്ള ഈ സംസാരത്തിന് അത്തരം ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ധൈര്യമായിട്ട് എന്നോട് പറയാം. ഞാനെന്ന് പറഞ്ഞില്ലേ സാർ, ബിപിയുടെ മനസ്സ് ഒരു മകളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഓരോ ദിവസം കഴിയും തോറും ആ ആഗ്രഹത്തിന്റെ തീവ്രത കൂടിക്കൂടി വരുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അത് എന്റെ മാത്രം തോന്നലല്ല, അമ്മയ്ക്കും ബിപിയുടെ ആ മനസ്സ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ബിപി ഒരിക്കലും ഇനി എന്നെ തന്റെ മകളായി അംഗീകരിക്കില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ഇനിയുള്ള കാലം ബിപിയുടെ മകനായിട്ട് ജീവിക്കാനാ എന്റെ ആഗ്രഹവും തീരുമാനവും. പക്ഷെ അത് എത്രത്തോളം സാധിക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിന് വിദൂരമായ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ ബിപിയോട് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. കോമ്പൻസേറ്റ് ചെയ്യണോ എന്നതുകൊണ്ട് അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അതിലൊന്നാമത്തെ നഷ്ടപരിഹാരം ഞാൻ കാരണം ബിപിക്ക് നഷ്ടപ്പെട്ട മകളെ ഞാനായി തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാ. ഐ മീൻ അപൂർവയ്ക്ക് ഒരു പകരക്കാരി ഇൻ ഓൾ സെൻസ്. രണ്ടാമത്തെ കോമ്പൻസേഷൻ ബിപിയുടെ പാളം തെറ്റിയ മനസ്സിനെ തിരിച്ച് ട്രാക്കിലാക്കുക എന്നുള്ളത്. ഇടയ്ക്ക് കയറി അഭിപ്രായം പറയാണ് എന്ന് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോ ഷുവർ സർ. താനീ പറഞ്ഞ രണ്ട് കോമ്പൻസേഷനും കോൺട്രഡിക്ടറി ആണ്. ഒന്നുകിൽ വിപിക്ക് ഒരു മകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തനിക്ക് പറ്റിയേക്കും, അല്ലെങ്കിൽ വിപിയുടെ മനസ്സ് തിരികെ നൽകാനും. രണ്ടും കൂടെ ഒരുമിച്ച് പ്രാവർത്തികമാക്കാനുള്ള സാധ്യത 0 ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാലോ. അറിയാം സർ. സ്വന്തം മനസ്സ് തിരിച്ചുപിടിക്കുന്ന വിപിക്ക് ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയെ തന്റെ മകളായി അംഗീകരിക്കാനാവില്ല എന്നതല്ലേ? എക്സാക്ട്ലി, ഞാൻ ഉദ്ദേശിച്ചു അത് തന്നെയാണ്. ആ പ്രതിസന്ധി മറികടക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ പ്രയാസമാണ്. അറിയാം സർ. എല്ലാ വശങ്ങളും ഒരുപാട് ആലോചിച്ച് നോക്കിയതിന് ശേഷമാണ് മനസ്സിൽ ഇങ്ങനൊരാശയം രൂപപ്പെട്ടത്. ആദ്യം ബിപിക്ക് നഷ്ടമായ മകളെ തിരിച്ചു കൊടുക്കുന്നു. ആ മനസ്സിലൂടെ ബിപിയുടെ മനസ്സ് നമ്മൾ തിരിച്ചു പിടിക്കുന്നു. തൻ്റെ ഒപ്പം ഉള്ളത് തൻ്റെ മകളല്ല എന്ന് ബിപി ഒടുവിൽ തിരിച്ചറിയുമ്പോഴേക്കും പിരിയാനാവാത്ത വിധം ആ അച്ഛൻ ആ മകളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കണം. ആ മകൾ യഥാർത്ഥത്തിൽ തൻ്റെ ആരുമല്ലെന്ന് അറിയുമ്പോഴും അവൾ തൻ്റെ ആരോഗ്യമാണെന്ന് ബിപി തിരിച്ചറിയണം. ബിപി ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ഈ അച്ഛൻ്റെ മനസ്സ് സത്യമാണെങ്കിൽ ബിപിക്ക് ആ തിരിച്ചറിവുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാറിന് എന്ത് തോന്നുന്നു? അപ്പോ ഞാൻ നിരുത്സാഹപ്പെടുത്താണെന്ന് വിചാരിക്കരുത്.
പറയുമ്പോഴും കേൾക്കുമ്പോഴും ഇത് ഒരു സിമ്പിൾ പ്രോസസ്സായിട്ട് തോന്നും. പക്ഷേ ഇത് പ്രാവർത്തികമാക്കിയെടുക്കാൻ പ്രയാസമാണ്. റിസ്ക് ഫാക്ടർ കൂടുതലാണെന്ന് എനിക്കും അറിയാം സർ. പക്ഷേ വിചാരിച്ചതുപോലെ നടന്നു കിട്ടിയ അതുകൊണ്ട് VPയുടെ മാത്രമല്ല, എൻ്റെ ഉൾപ്പെടെ മറ്റു ചിലരുടെയും ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർ. ഇതിൽ എന്നെ സഹായിക്കാൻ സാറുണ്ട്, ആതിരയുണ്ട്, അമ്മയുണ്ട്, BP ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുണ്ട്. അങ്ങനെ കുറച്ചുപേരൊപ്പം ഉള്ളപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ സർ. സമ്മതിക്കുന്നു. ഈ പറഞ്ഞവരൊക്കെ തന്നെ സഹായിക്കാനുണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട ഒരാൾ ആ കൂട്ടത്തിലില്ല. തനിക്കൊരു പകരക്കാരി. അങ്ങനെ ഒരാളെ നമ്മൾ എവിടുന്ന് കണ്ടെത്തും? അപൂർവയുടെ ആ പകരക്കാരിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു സർ. VPയുടെ ആ മകൾ ആതിരയ. ആതിരയോ? അപ്പോൾ വാട്ട് യു മീൻ? അതെ സർ, ഞാൻ അത് തന്നെ ഉദ്ദേശിക്കുന്നത്. VPയുടെ മനസ്സ് ഒരു മകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ VPക്ക് ഉറപ്പായിട്ടും ആതിരയെ ആ സ്ഥാനത്ത് കാണാനും സ്നേഹിക്കാനും കഴിയും. ആതിരയോളം അതിന് അനുയോജ്യമായ ഒരാൾ വേറെയില്ല. ഈ മിഷനിൽ എനിക്ക് സാറിൻ്റെയും ആതിരയുടെയും സമ്മതം മാത്രം മതി സർ. സർ എന്തു പറയുന്നു? അപ്പോൾ അത് പിന്നെ ആതിരയൻ തന്നെ പോലെ ഒരു കുട്ടിയാണെന്ന് എന്തെങ്കിലും VP അറിയാനിടയായാൽ? ഇടയായാലല്ല സർ, VP അതറിയും, അറിയണം. എങ്കിലേ യഥാർത്ഥ സ്നേഹത്തിന്റെ വില എന്താണെന്ന് VPക്ക് മനസ്സിലാവും. ആതിരയ്ക്ക് മാത്രമേ അത് VPയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കൂ. ഞാൻ പറഞ്ഞല്ലോ സർ, സാർ ഇതിനെ സമ്മതിക്കുവാണെങ്കിൽ VPയുടെ മാത്രമല്ല പലരുടെയും ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആതിരയോട് പറയാം. അവൾ സമ്മതിക്കുകയാണെങ്കിൽ അപ്പോൾ മുന്നോട്ട് പോവാം. സമ്മതിക്കുകയാണെങ്കിൽ മാത്രം. ഞാനായിട്ട് അവളെ ഒരിക്കലും നിർബന്ധിക്കില്ല. നീ എന്തൊക്കെയാ പോയി പറയുന്നേ? ആ കുട്ടി കുറച്ചു ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കട്ടെന്നോ? എന്തിനാ ഇപ്പൊ അങ്ങനെ? ആതിര കുറച്ച് ദിവസം അവിടെ ഉള്ളതുകൊണ്ട് VPയുടെ മനസ്സിന് അതൊരു ചേഞ്ച് ആവുമെങ്കിലും അമ്മ. VPക്ക് സ്നേഹിക്കാൻ ഒരു മകളെയാണ് ആവശ്യമെന്നല്ലേ അമ്മ പറയുന്നത്? ഏതായാലും എന്നെ കൊണ്ട് VPയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ മാളുവിന്റെ കാര്യം, മാളു സ്ഥലത്തില്ല. ഇനിയിപ്പോൾ അഥവാ തിരിച്ചു വന്നാലും മാളുവും ഡോക്ടറും ഒക്കെ VPയുടെ ഈ ആഗ്രഹത്തോട് സഹകരിക്കോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ മാളുവായിട്ട് അതിനെതിരെ പറഞ്ഞില്ലെങ്കിൽ കൂടി VPയുടെ ആ ആഗ്രഹത്തിന് നിന്നുകൊടുക്കാൻ ആ ഇന്ദിരാമ്മ മാളുവിനെ അനുവദിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എല്ലാ വഴികളും ചിന്തിച്ചപ്പോഴാ ആതിരയുടെ കാര്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആതിരയെ പോലൊരു പെൺകുട്ടിയെ VP എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന എന്റെ സംശയം. ആ കുട്ടി ഒരു ട്രാൻസ് വുമൻ ആണെന്ന് കാഴ്ച തന്നെ VPക്ക് മനസ്സിലായാൽ? ആതിരയെ കണ്ട VPക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. VPക്ക് ആൾക്കാരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലായിക്കോട്ടെ, അതിലിപ്പോ എന്താ കുഴപ്പം? VPക്ക് മകളെ പോലെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയെ ആവശ്യം. അതിന് ആതിരയ്ക്ക് സാധിക്കും തന്നെയാ എന്റെ വിശ്വാസം. അത് റിസ്ക്കാന്നാ എനിക്ക് തോന്നുന്നേ. ഒടുവില് നമ്മൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങളുടെ പോക്കെങ്കിലോ? അപ്പോ ആതിരൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് VP തിരിച്ചറിഞ്ഞ എങ്ങനെയാവും റിയാക്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല. ചിലപ്പോ ആതിരെ അച്ഛൻ വല്ലത് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ? നമ്മൾ മനഃപൂർവ്വം കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതി കൊല്ലാൻ വരെ ശ്രമിച്ചേക്കും. അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ? അപ്പോ ചെറിയ തോതിലുള്ള ഉപദ്രവമൊക്കെ ആണെങ്കിൽ അതൊക്കെ സഹിക്കാൻ ഒരുപക്ഷെ ആതിര തയ്യാറായിരിക്കും. ആദ്യത്തെ ഒരു എതിർപ്പും വിദ്വേഷമൊക്കെ മാറി ആതിരെ VP ഇഷ്ടപ്പെടാൻ തുടങ്ങിയ അത് അച്ഛൻ്റെ മനസ്സിനെ തിരിച്ചുപിടിക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കും. കാര്യമൊക്കെ ശരി തന്നെ.
പക്ഷെ ആ കുട്ടിയെ VP എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയാതെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂന്നറിയാൻ അതിരവിടെ വന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അമ്മ എന്തു പറയുന്നു? ആദ്യം അമ്മയുടെ അഭിപ്രായം എനിക്കറിയേണ്ടത്. നീ ഈ കാര്യം നന്ദനോട് സംസാരിച്ചോ അപ്പു? ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം നന്ദൻ സാറിനോട് ഡിസ്കസ് ചെയ്യാതെ അമ്മയുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ലല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നന്ദൻ സാറിനോട് സംസാരിച്ചു. ആതിര അവിടെ വന്ന് നിൽക്കുന്നതിൽ സാറിനെതിരെ അഭിപ്രായമൊന്നുമില്ല. എങ്കിൽ പിന്നെ ആ കുട്ടി കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. എന്താ VPയുടെ ആറ്റിറ്റ്യൂഡെന്ന് നമുക്ക് നോക്കാമല്ലോ. ചിലപ്പോ ആ കുട്ടിയെ VPക്ക് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിഞ്ഞാലോ, VPയുടെ കാര്യത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായാലോ. നീ എന്തായാലും ആതിരോട് ഇങ്ങോട്ട് വരാൻ പറയും. അമ്മ എന്തായാലും ആതിരയുടെ കാര്യം VPയോടൊന്ന് പ്രസന്റ് ചെയ്യാം. എങ്ങനെ ആളുടെ റിയാക്ഷൻ എന്ന് നോക്കാലോ. ശരി. ആ, നാളെ അപ്പം ഞാൻ ഡെയ്സി ആന്റിയുടെ വീട്ടിലോട്ടൊന്ന് പോകും. നന്ദൻ സാർ ആതിരയും കൂട്ടി വരുമ്പോൾ ഞാനവിടെ ഇല്ലാതിരിക്കുന്നേ നല്ലത്. ഞാൻ ഏതായാലും VPയോട് ഒന്ന് അവതരിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി അപ്പു. ശരി. ഇതെന്താ ആദ്യമേ കാണുന്നല്ലോ നോക്കുന്നത്? തന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അതുകൊണ്ട് നോക്കി നിന്നുപോയതാ. അപ്പൊ നേരത്തെ ഉണർന്നോ? എന്തുപറ്റി? ഇന്നലെ ഉറക്കം ശരിയായില്ലേ? ഏയ്, ഉറക്കത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. വിചാരിച്ചതിലും ഭംഗിയായിട്ട് ഉറങ്ങുകയും ചെയ്തു. എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോ കണ്ട കാഴ്ചയും സൂപ്പർ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ എല്ലാം കൊണ്ട് ഹാപ്പിയാ ഞാൻ. അപ്പൊ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. നന്ദൻ സാർ ഇവിടെ ഉണർന്നില്ലേ? ചേട്ടൻ രാവിലെ എഴുന്നേക്കും. നടക്കാൻ പോയിട്ട് വരേണ്ട സമയം ആവുന്നേ ഉള്ളൂ. എങ്കിൽ സാറ് കൂടെ വരട്ടെ, എന്നിട്ട് മതി ചായ. എനിക്ക് ആതിരയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനും നന്ദൻ സാറും ഇന്നലെ രാത്രി കുറെ നേരം സംസാരിച്ചു. രാത്രി കുറെ കഴിഞ്ഞിട്ടും ഉമ്മറത്ത് ലൈറ്റ് കിടക്കുന്ന കണ്ടു. അപ്പോഴേ തോന്നി രണ്ടുപേരും കൂടി എന്തോ സീരിയസ് ഡിസ്കഷനിലായിരിക്കും. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ വരാത്തത്. എന്തായിരുന്നു അത്രയും നേരം സംസാരിക്കാൻ? VP സാറിന്റെ കാര്യമായിരുന്നോ? VPയുടെ കാര്യം മാത്രമായിരുന്നില്ല, ഞാനും താനും നന്ദൻ സാറും അമ്മയും അങ്ങനെ എല്ലാവരുടെയും കാര്യമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ VPയുടെ മനസ്സറിയാൻ എനിക്ക് ചില പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നിട്ട് നന്ദേട്ടൻ എന്താ പറഞ്ഞു? വക്കീലിന്റെ പ്ലാൻ ഇഷ്ടമായോ? സാറിന് പ്ലാനൊക്കെ ഇഷ്ടമായി. പക്ഷെ വിചാരിച്ചതുപോലെ അത് നടപ്പാക്കണമെങ്കിൽ അതിനൊരാളുടെ സമ്മതവും സഹായം കൂടി വേണം. ആരാ അയാള്? ചേട്ടന് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണോ? പിന്നെ നന്ദൻ സാറിന് വളരെ വേണ്ടപ്പെട്ട കക്ഷിയാ ഈ വ്യക്തി. എങ്കിൽ പിന്നെ അപ്പൊ ടെൻഷൻ ആവണ്ട. ചേട്ടൻ അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. അതല്ലേ കഷ്ടം. പ്ലാൻ എന്താണെന്ന് കേട്ടപ്പോ വക്കീൽ സാർ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഈ കാര്യത്തിൽ ആ വ്യക്തിയോട് ഒരു റെക്കമെൻഡേഷനും പുള്ളിക്കാരൻ നടത്തില്ല അത്രേ. അയാൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി ആലോചിക്കാവൂന്ന്. അയ്യോ, അത് കഷ്ടമായല്ലോ. അല്ല, ആരാ അയാള്? അപ്പൂന് നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണോ? ആ, നേരിട്ട് പറയാൻ പറ്റുന്ന ആളൊക്കെ തന്നെയാ. പക്ഷെ പറഞ്ഞാ അയാള് സഹായിക്കാൻ തയ്യാറാവൂ എന്നുള്ളതാ സംശയം. അത് പറഞ്ഞു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അപ്പൊ ഒരു കാര്യം ചെയ്, രണ്ടും കൽപ്പിച്ച് അയാളെ നേരിട്ട് കണ്ട് കാര്യം പറ. അയാൾ എന്താ പറയുന്നേന്ന് അറിയാലോ. എന്നാ പറയാല്ലേ? ധൈര്യമായിട്ട് പോയി പറയുന്നേ. അത് പറയാൻ വേണ്ടി എങ്ങും പോയേണ്ട കാര്യമൊന്നുമില്ല. ആൾ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ആതിര എന്നാ അയാളുടെ പേര്.